നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. സാധാരണ പടവലങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളെ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ചോറിന് സൈഡ് ഡിഷായിട്ടും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാറ്റിനും പോകും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയം ഒട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പടവലങ്ങ വെച്ചിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പടവലങ്ങയുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പടവലങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വലിയ പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടാക്കി മുറിച്ചിട്ട് പ്ലേറ്റിൽ വെച്ചാൽ തന്നെ നമ്മുടെ ഈ പ്ലേറ്റിനേക്കാട്ടിലും വലുപ്പമുണ്ട്. അത്രയ്ക്ക് വലിയ പടവലങ്ങ എടുത്തിട്ടുള്ളത്. ചെറിയ പടവലങ്ങയൊക്കെയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുത്തോളൂ, അല്ലെങ്കിൽ നല്ല വലിയൊരു പടവലങ്ങ എടുക്കുക. കാരണം ഇത് വാടിക്കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ പടവലങ്ങ നന്നായിട്ട് ചുങ്ങിപ്പോവും. അപ്പോൾ കഷ്ണങ്ങൾ കുറവാകും. അതുകൊണ്ടാണ് വലുതെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതേപോലെ കത്തി കൊണ്ടൊന്ന് ചുരണ്ടി കളയുക, അല്ലെങ്കിൽ പീലർ വെച്ചിട്ടൊക്കെ പീൽ ചെയ്യുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ പോവുകയുള്ളൂ. ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം അറ്റൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് നടു വളർന്നിട്ട് അതിൻ്റെ ഉള്ളിലെ വിത്തൊക്കെ ഒന്ന് മാറ്റിക്കളയുക. വിത്തൊന്നും നമ്മുടെ കറിയിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ മറ്റേ പീസും കൂടി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് വിത്തൊക്കെ ഒന്ന് മാറ്റിക്കളയുക. ഇപ്പം ഞാനിതാ 2 പീസും 2 പീസും 4 മുറിച്ചതിന് ശേഷം തൊലി കളഞ്ഞിട്ട് വിത്തൊക്കെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് മുറിച്ച് കൊണ്ടുവരാം. ആ 4 പീസും കഴുകിയതിന് ശേഷം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത്യാവശ്യം ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ തോരനും ഉപ്പേരിക്കൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യില്ലേ, അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു സവാള, മീഡിയം സൈസിനെക്കാട്ടിലും കുറച്ച് വലിയ സവാളയാണ്. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 1.5 സവാള എടുത്തോളൂ. വലിയൊരു കഷ്ണം ഇഞ്ചിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. മൺചട്ടി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചട്ടി വെച്ചു എന്നേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറി നാടൻ രീതിയിലുള്ള കറിയാണ്. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അത് നല്ല പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇഞ്ചി നല്ല നൈസായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇഞ്ചി ഇവിടെ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് കടിക്കണത് നല്ല ഇഷ്ടമാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിടുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടാലും മതി. പച്ചമുളകും ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, അതൊന്ന് നമുക്കിതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കുക. ഇത് ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ സവാളയ്ക്കൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. സവാള അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അധികം മസാലകളൊന്നുമില്ല. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കഷ്ടിയൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇത് വീട്ടിൽ തരിതരിപ്പോട് കൂടി പൊടിച്ച കുരുമുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, അധികമൊന്നും വേണ്ട, ഒരു 2 പിഞ്ച് കായപ്പൊടി ഒന്ന് ഇതിലേക്കൊന്ന് തൂവിയിട്ട് കൊടുക്കാം. ഈ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മസാലകൾ ഇട്ടിട്ട് വഴറ്റാനൊന്നുമില്ല, മുളക് പൊടിയൊക്കെ അല്ലേ ഉള്ളൂ. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലപ്പൊടികൾ ഇടുന്നതിന് കുറച്ച് മുന്നേ തന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ നല്ലോണം താഴ്ത്തി വെക്കണം. കാരണം മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച പടവലങ്ങ ഉണ്ടല്ലോ, ഈ പടവലങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പടവലങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ സാധാരണ ഇന്ദുപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയൊക്കെ പടവലങ്ങയിൽ നേരെ ആവത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ തന്നെ പടവലങ്ങ വേവും. കാരണം പടവലങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ലല്ലോ, അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മസാലയൊക്കെ പടവലങ്ങയിൽ നേരെ മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ പടവലങ്ങ ഇതുപോലെ ഒരു കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക.
പടവലങ്ങ വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്കൊരു ഒരു കപ്പോളം ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 3 വറ്റൽമുളകും 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരച്ചെടുക്കരുത്. അവിയലിനൊക്കെ ചതച്ചെടുക്കണില്ലേ, തോരനൊക്കെ ചതച്ചെടുക്കണില്ലേ, അതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇതുണ്ടല്ലേ, ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇത് ഒരുപാട് അരഞ്ഞിട്ടില്ല, നല്ലോണം അരയരുത്, ഇതുപോലെ ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇപ്പം നമ്മുടെ പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടാണ്. ഇടയ്ക്കൊന്ന് ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു. ചട്ടി ആവുകൊണ്ട് അടിക്ക് പിടിക്കുമെന്ന് പേടിച്ചിട്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. കാരണം അത്യാവശ്യം എണ്ണയുണ്ട്, പിന്നെ പടവലങ്ങയിലെ വെള്ളവും ഊർന്നിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അടിക്ക് പിടിക്കൊന്നുമില്ല. എന്നാലും ഒന്ന് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പടവലങ്ങ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയ്ക്ക് അങ്ങോട്ട് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ച തേങ്ങാരപ്പുണ്ടല്ലോ, ഈ തേങ്ങാരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ആ ചെറിയൊരു മധുരം എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം, ഇതിൽ ചെറുതായിട്ടൊരു വെള്ളം ഉണ്ടല്ലോ, പടവലങ്ങയിലെ വെള്ളം, അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ കുറച്ച് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് ചോറിന് സൈഡ് ഡിഷായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇതിലെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. പടവലങ്ങ ഒരുപാട് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ട് കഷ്ണം നല്ലോണം ചുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെന്ത മതി. ഇപ്പോൾ നമ്മുടെ തേങ്ങാരപ്പല്ലേ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയി വന്നാൽ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വയ്ക്കാം. സാധാരണ രീതിയിൽ നിന്ന് ഗാർണിഷ് ചെയ്യുന്നത് കുറച്ച് ഡിഫറൻ്റായ രീതിയിലാണ് നമ്മൾ ഗാർണിഷ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പില ഇതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 3-4 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ വറ്റൽമുളക് ആവുകൊണ്ട് ഞാൻ പൊട്ടിക്കണില്ല. മുളക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തേങ്ങയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കഴിക്കുമ്പോൾ തന്നെ കറിക്ക് നല്ല ടേസ്റ്റാണ്. തേങ്ങ നല്ല ചുമക്കന വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ചുമന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങയുടെ കറി നല്ല ഡിഫറൻ്റായ രീതിയിലല്ല, സാധാരണ തോരനെ പോലെയല്ലോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.